അനീഷ് അനുമോൾ വിഷയത്തിൽ പല കാര്യങ്ങളും മുമ്പ് അനുമോൾ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മുഴുവൻ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങൾ തീർച്ചയായും പറയണം. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ആരുടെയും PR അല്ല, അനുമോൾക്ക് വേണ്ടി നെഗറ്റീവ് പറയുവാൻ വേണ്ടി ചെയ്യുന്നതുമല്ല. ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് തോന്നിയ ചില സംശയങ്ങളും ചില കാര്യങ്ങളുമാണ് ഞാനിവിടെ വ്യക്തമാക്കി പറയുന്നത്. അനീഷിന്റെ വിഷയം ആദിലയോടും നൂറയോടും സംസാരിച്ചിരിക്കവേ ആദിലയും നൂറയും തിരിച്ച് അനുമോളോട് ചോദിച്ചു, നിനക്ക് അനീഷേട്ടനെ ഇഷ്ടമാണോ എന്ന്. ഈ ചോദ്യത്തിന് അനുമോൾ പറഞ്ഞിരിക്കുന്ന മറുപടി, പഴയ പോലെയല്ല അനീഷേട്ടൻ, ആർക്കും ഇപ്പോൾ ഇഷ്ടപ്പെടും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. 2 വർഷം കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേക്ക് ലൈഫ് ഒന്ന് സെറ്റിലാകണമെന്നായിരുന്നു അനുമോൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എനിക്ക് 30 വയസ്സ്, അപ്പോൾ ഒരു 2 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്ക് 32, 33 വയസ്സാവും. അപ്പോൾ അനീഷേട്ടന് 42. എൻ്റെ അമ്മോ, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഒന്നെങ്കിൽ എൻ്റെ സെയിം ഏജ്, അല്ലെങ്കിൽ 2ഓ 3ഓ മാക്സിമം 4, അതിൽ കൂടുതൽ ഏജ് കൂടാൻ പാടില്ല എന്നായിരുന്നു അനുമോൾ ആ സമയം പറഞ്ഞിരുന്നത്. അപ്പോൾ ആദില ചോദിച്ചു, അനീഷേട്ടൻ്റെ ഏജ് ആണോ നിന്റെ പ്രോബ്ലം എന്ന്. ഇത് കേട്ടപ്പോൾ അനുമോൾ പറഞ്ഞു, അങ്ങനെയല്ല, പുള്ളിക്കാരനെ ഞാനൊരു സഹോദരനെ പോലെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അനീഷിനോട് അനുമോൾ കാണിച്ച ഗസ്റ്റേഴ്സ്, പെരുമാറ്റം എല്ലാം അനീഷിൻ്റെ ഹൃദയത്തിലേക്ക് അനുമോൾക്ക് ഒരു വഴി ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഡൈവോഴ്സ് കഴിഞ്ഞ ശേഷം മറ്റൊരു വിവാഹമോ പ്രണയമോ ഇല്ലാത്ത അനീഷിന്റെ നെഞ്ചിലേക്കായിരുന്നു അനുമോൾ പതിഞ്ഞത്. അപ്പോൾ തന്നെ അനീഷ് ഒന്നും നോക്കാതെ അനുമോളോട് കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ അനുമോൾ റിപ്ലൈ നോ എന്ന് പറഞ്ഞപ്പോൾ അനീഷ് എണീറ്റ് പോവുകയായിരുന്നു. അത് ഒരു പക്ഷേ താൻ ഒരിക്കലും അനുമോളോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ഗിൽട്ട് കൊണ്ടായിരിക്കാം അനീഷ് അങ്ങനെ ചെയ്തത്. അത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അനുമോൾക്ക് നോ പറയുവാൻ വ്യക്തമായ റീസൺ ഉണ്ടായിട്ടും പുള്ളിക്കാരി അത് പറയാത്തതിലാണ് എനിക്ക് മനസ്സിലാവാത്തത്. അനീഷ് മുഖം കൊടുക്കാതെ നടക്കുന്നതും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതും അനുമോളുടെ അവസരം നിഷേധിക്കുന്നതിന് തുല്യമായിരുന്നു. എന്നാൽ അനുമോൾക്ക് ലാലേട്ടൻ്റെ മുന്നിൽ ഒരു സംസാരിക്കുവാനുള്ള അവസരം കിട്ടിയപ്പോൾ അനുമോളുടെ നിലപാട് വ്യക്തമായി തന്നെ പറയണമായിരുന്നു. അനീഷേട്ടൻ എൻ്റെ ബ്രദറിനെ പോലെയാണെന്ന് പറയാതെ ഉരുണ്ട് കളിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അനുമോൾ BB ഹൗസിൽ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ഇമോഷൻ പോലും നോക്കാതെ തുറന്നടിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ എന്താണ് ഈ കാര്യത്തിൽ മാത്രം ഇങ്ങനെയൊരു മൗനം? നിങ്ങളിൽ ആരൊക്കെ മുമ്പ് അനുമോൾ സരികയോട് സംസാരിച്ചത് കേട്ടിട്ടുണ്ട്? മുമ്പ് സരിക ശാരികയുമായി ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ? സരികയെക്കുറിച്ച് ആണുങ്ങളുടെ ഇടയിൽ കിടന്ന് ഉരുളുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ലേ? അത് പറഞ്ഞതിന് ശേഷം ഒരു വലിയ ഇഷ്യൂ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സരിക ഓക്കെ ആയപ്പോൾ അനുമോളും മറ്റുള്ള ഗേൾസും തമ്മിൽ ഒരു ഗ്രൂപ്പ് ടോക്ക് ഉണ്ടായിരുന്നു. സരികയുടെ ഹസ്സിൻ്റെ ഏജ് ഗ്യാപ്പ് മാറ്റർ ആയിരുന്നു അന്ന് അവിടെ ഒരു ചർച്ചാ വിഷയമായിരുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞിരുന്നു, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാനുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഇതുപോലെ ഓരോ ഫാമിലിയുടെ ന്യൂസ് എല്ലാം കേൾക്കുന്നത്. എൻ്റെ അടുത്ത് വരുന്ന പല ആളുകളുടെയും ഫാമിലി ലൈഫ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങൾ കിട്ടും. കെട്ടുന്ന മുമ്പേ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കാമല്ലോ എന്നൊക്കെയായിരുന്നു അന്ന് അനുമോൾ പറഞ്ഞിരുന്നത്. അന്ന് അനുമോൾ സരികയോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഏജ് ഗ്യാപ്പ് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഉണ്ടോ എന്ന്. അന്ന് സരിക പറഞ്ഞു, നല്ല കെയറിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, എന്നെ മോളെപ്പോലെയാണ് നോക്കുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് സരിക പറഞ്ഞിരുന്നത്. ഇത് കേട്ടപ്പോൾ അന്ന് അനുമോൾ പറഞ്ഞിരുന്നു, കെട്ടുകയാണെങ്കിൽ എനിക്കും ഇതുപോലെ കെട്ടണം, എന്നേക്കാളും നല്ല മൂത്തൊരു വ്യക്തിയെ കെട്ടുകയാണെങ്കിൽ എനിക്കും ഇതുപോലെ നല്ല കെയറിങ്ങും എന്നെ മോളെപ്പോലെ നോക്കുകയും ചെയ്യുമല്ലോ. നമ്മളെക്കാൾ ജീവിത പരിചയം ഉണ്ടാകുമ്പോൾ ദാമ്പത്യം സുഗമമായി പോകുമല്ലോ. ഇവരുടെ ഈ കോൺവേഴ്സേഷൻസ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? കേട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അനുമോളുടെ നിലപാട് എന്താണ്? അന്ന് ഏജ് കൂടിയ ആൾ വേണമെന്ന് പറയുന്നു, ഇപ്പോൾ സെയിം ഏജുള്ള വ്യക്തി വേണമെന്ന് പറയുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനിത് ഒരിക്കലും അനുമോളുടെ മേൽ ചളിവാരി എറിയുവാനോ അല്ലെങ്കിൽ അനുമോൾക്ക് നെഗറ്റീവ് വരുവാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ പറയുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് ഒരു നിലപാടുണ്ടാകണം. ഇന്നലെ തന്നെ ലാലേട്ടൻ്റെ മുമ്പിൽ സംസാരിക്കുമ്പോഴും അനുമോൾ അനീഷിനോട് വ്യക്തമായി ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവരെല്ലാവരും അവരുടെ കല്യാണത്തെക്കുറിച്ച് പോലും പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, അദ്ദേഹം എൻ്റെ ബ്രദറാണ് എന്നുള്ള ഒരു വാക്ക് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ശരിക്കും ഒരു കയ്യടി തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇത് അനുമോൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇന്നലെ എല്ലാ ഹൗസ്മേറ്റ്സിനോടും പറഞ്ഞിരിക്കുന്നത്, അനീഷേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഒരു ഫ്രണ്ടിനെ പോലെയാണെന്ന്. എന്നാൽ ആദിലയോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സഹോദരനെ പോലെയാണെന്നാണ്. എന്നാൽ അനുമോളുടെ പെരുമാറ്റങ്ങളെല്ലാം കാണുമ്പോൾ അനീഷിനോട് പ്രണയമുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് രണ്ടുപേരുടെയും ജീവിത പ്രശ്നം തന്നെയാണ്. എന്നാൽ ഒരാൾക്കും ഒരു ഹോപ്പും കാര്യങ്ങളും നൽകാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തുറന്നു പറയുവാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾ നമ്മളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് ഇഷ്ടപ്പെടണമെന്ന് യാതൊരുവിധ നിർബന്ധം
നിർബന്ധവുമില്ല. പക്ഷേ നമ്മുടെ മറുപടി ഒരിക്കലും അവർക്കൊരു ഹോപ്പ് നൽകുന്ന രീതിയിലുള്ളതാവരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് തുറന്നു തന്നെ പറയണം. ഒരു സഹോദരനെ പോലെയാണ് കണ്ടത് എന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അനീഷ് ആ അധ്യായം അവിടെ തന്നെ ക്ലോസ് ചെയ്യുമായിരുന്നു. ഇന്നലത്തെ സംസാരത്തോടു കൂടി വീണ്ടും ഒരു ഹോപ്പ് നൽകുന്ന പോലെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തിൽ അനുമോൾക്കും നല്ല ആശങ്കയുണ്ട്. അനുമോൾ ഈ കാര്യങ്ങൾ ആദിലയുമായി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അനീഷേട്ടൻ നല്ല ഹോപ്പുള്ളതുപോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ ഒരു ഹോപ്പ് മറ്റുള്ള ഹൗസ്മേറ്റ്സും ലാലേട്ടനുമെല്ലാം പറയുമ്പോൾ അനുമോൾക്ക് അനുമോളുടെ നിലപാട് വളരെ ശക്തമായി തന്നെ അവിടെ പറയാമായിരുന്നു. എന്നാൽ അനുമോൾ അത് ചെയ്തില്ല. നമ്മൾ നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം. അതിന് ഓപ്പോസിറ്റുള്ള ആൾക്ക് വിഷമമാകുമോ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അത് അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മാറും. അനുമോളെ ഇഷ്ടപ്പെടുന്നവർക്കും അനുമോളുടെ പിആറുകൾക്കും ഇത് വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.